വയനാട്ടിലെ ആളെ കൊല്ലിക്കാട്ടാനെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതമാക്കി. ഓപ്പറേഷൻ മഖര ദൗത്യ സംഘത്തിൽ 200 അംഗങ്ങൾ. ലൊക്കേഷൻ തിരിച്ചറിഞ്ഞത് പ്രകാരം 10 ടീമായി പിരിഞ്ഞ് കാട്ടാന എത്തിച്ചേരുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും പുതിയ വിവരങ്ങൾ മിഷനുമായി ബന്ധപ്പെട്ട് നൽകാൻ ചേരുന്നുണ്ട്. ബാവലിയിൽ നിന്നും എം കമലും മണ്ണുണ്ടി കോളനി ഭാഗത്തു നിന്നും ഫെലിക്സുമുണ്ട്. കമൽ, ദൗത്യം പോസിറ്റീവായി തന്നെയാണോ പുരോഗമിക്കുന്നത്? ആന പിടികൊടുക്കുന്നുണ്ടോ? കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ കമൽ? പ്രജീഷ്, രാവിലെ 10 മണിയോടെ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ആനയുടെ സിഗ്നലുകൾ രാവിലെ തന്നെ റേഡിയോ കോളർ സിഗ്നലുകൾ ലഭിച്ചു. മണ്ണുണ്ടി കോളനി ഭാഗത്തെ ഉൾവനത്തിൽ നിന്നാണ് സിഗ്നലുകൾ ലഭിച്ചത്. ആ സിഗ്നലുകളെ പിന്തുടർന്നെത്തിയ ട്രാക്കർമാർ ആനയെ നേരിൽ കണ്ടു. ആന ഏതാണ്ട് 100 മീറ്റർ അകലെ വരെ ദൗത്യസംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു. 10 ടീമുകളായാണ് 200ഓളം ആളുകൾ വനത്തിനകത്തുള്ളത്. ഈ ദൗത്യസംഘത്തിലെ ആരും വനത്തിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചിറങ്ങിയിട്ടില്ല. ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവായ പ്രതികരണം തന്നെയാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു ചതുപ്പ് പോലുള്ള പ്രദേശത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. അവിടെ നിന്ന് ആനയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഈ ദൗത്യം വിജയത്തിലേക്ക് അടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. 2 CCFമാർ ഒഴികെ മുഴുവൻ ഉദ്യോഗസ്ഥരും വനത്തിനകത്ത് ആണ് എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മണ്ണുണ്ടി കോളനി ഭാഗത്തു നിന്നാണ് മയക്കുവെടി സംഘം ഉൾപ്പെടെ വനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. മാനന്തവാടി മൈസൂർ റോട്ടിൽ ബാവലിക്കും കാട്ടിക്കുളത്തിനും ഇടയിലും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ദൗത്യം പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഉച്ചവരെയും വനപാലകർ പങ്കുവെക്കുന്നത്. കമൽ, ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടത് അത് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അത് പരുവപ്പെട്ട രീതിയിൽ തന്നെ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന, നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും അതിനെ എവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യമായി ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അത് സ്ഥലങ്ങളൊക്കെ ഈ മേഖല പരുവപ്പെട്ടത് തന്നെ ആണോ? അങ്ങനെ അതിനുശേഷം കുങ്കിയാനകളെ എത്തിക്കണം, ലോറി അവിടേക്ക് ഈ സ്ഥലത്തേക്ക് എത്തിക്കണം. അങ്ങനെയൊക്കെയുള്ള ശ്രമകരമായ ദൗത്യത്തിന് ഈ ദിവസം തന്നെ അത് സാധ്യമാകുമോ? എന്തൊക്കെയാണ് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ? പ്രജീഷ്, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ ചതുപ്പ് പ്രദേശത്ത് ആനയുണ്ട് എന്നുള്ളതാണ്. ആന ഇന്നലെ മുതൽ ഈ വെള്ളവും തീറ്റയും ഉള്ള പ്രദേശം കേന്ദ്രീകരിച്ചാണ് ആനയുടെ നീക്കങ്ങൾ. ഉള്ളിലൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് ഈ വനമേഖലയുടെ. അതിനടുത്ത് സമൃദ്ധമായ തീറ്റയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആന ആ പ്രദേശം വിട്ട് അകലേക്ക് പോകാത്തത്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഓപ്പറേഷന് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ആ സ്ഥലത്ത് വെച്ചിട്ട് ഓപ്പറേഷൻ നടക്കില്ല എന്നുള്ളതാണ്. ആനയെ കൂടുതൽ റോഡരികിലേക്ക്, ഈ പ്രധാന അന്തർ സംസ്ഥാന പാതയ്ക്കൊക്കെ കുറച്ചുകൂടി അരികിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത്. അത്തരമൊരു വിശദീകരണമാണ് അല്പസമയം മുമ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയത്. എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ദൗത്യസംഘവുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഉൾവനത്തിലാണ് ഉള്ളത്. അവിടെ എന്തായാലും കാര്യമായ ഓപ്പറേഷൻ നടക്കുന്നു. ആനയെ 100 മീറ്റർ അകലെ വരെ വെച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ള വിവരവും ഉച്ചയ്ക്ക് CCF പങ്കുവച്ചിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഫെലിക്സ് കൂടി ചേരുന്നുണ്ട് മണ്ണുണ്ടി പ്രദേശത്ത് നിന്നും. ഫെലിക്സ്, അങ്ങനെ ആളുകളൊക്കെ, നാട്ടുകാരൊക്കെ 3-ാം ദിവസവും വളരെ കൗതുകത്തോടുകൂടി ഈ മിഷൻ്റെ ഒരു എൻഡ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആനയെ പിടികൂടണം. അതിനുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം നീണ്ടുപോകാൻ പാടില്ല. ആളുകളൊക്കെ എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഈ കൊലപാതകത്തിന്, ഈ അജീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിഷേധമൊക്കെ രൂപപ്പെട്ട ദിവസങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ദൗത്യം പൂർത്തിയാകാത്തതുകൊണ്ടുണ്ടായ പ്രതിഷേധം ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ദിവസമാണ്. ഇന്നെങ്ങനെയെങ്കിലും ഒരു ഉത്തരം കണ്ടെത്തുക, നാളേക്ക് കൂടുതൽ നീണ്ടുപോകാതെ എന്നുള്ളതായിരിക്കില്ലേ ഫെലിക്സ് പ്രധാനപ്പെട്ട ദൗത്യം? തീർച്ചയായും ഈ ദൗത്യം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇന്നലെ സംഭവിച്ചതുപോലെ ആകാതെ ഒരു കൃത്യമായി ആനയെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ 10 അംഗ സംഘമായി തിരിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ ഈ കാണുന്നത് മണ്ണുണ്ടി കോളനി പരിസരത്തുള്ള വനമേഖലയാണ്. അല്പം മുമ്പ് വരെയും ആനയുടെ ശബ്ദം, ചിഹ്നം വിളിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് ഇപ്പോൾ അല്പം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ പ്രദേശത്ത് ആനയുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന ആനയാണോ, മോഴയാണ ആണോ എന്നറിയില്ല. പക്ഷേ
ഇവിടെ നമുക്ക് അല്പം മുമ്പ് വരെ നമുക്ക് ശബ്ദം കേൾക്കാമായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പം മുമ്പ് ഈ വശത്തുകൂടി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇത് ഉൾക്കാട്ടിലേക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ ആന എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അല്പം മുമ്പ് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വശത്തുകൂടി വനത്തിനുള്ളിലേക്ക് പോയി. പക്ഷേ ആനയുടെ ചിഹ്നവിളി നമുക്ക് കേൾക്കാം. പക്ഷെ അത് ഈ പറയുന്ന മോഴയാനയാണോ മറ്റേതെങ്കിലും ആനയാണോ എന്നറിയില്ല. ഈ പ്രദേശത്ത് ധാരാളം ആനകളുള്ള സ്ഥലമാണ്. ഏതായാലും വനംവകുപ്പ് അവരുടെ ദൗത്യം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ ദൗത്യം നടത്താൻ കഴിയില്ല. അപ്പോൾ ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രയാസമേറിയ ഒരു ഘട്ടം. അപ്പോൾ അതിലേക്ക് തന്നെയാണ് വനംവകുപ്പ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും വനമേഖലയ്ക്കുള്ളിൽ ആന ഉണ്ട് എന്നതാണ്. അതായത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. അതായത് ഈ പരിസരത്തൊക്കെ തന്നെ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ആനയുടെ ശബ്ദം കേൾക്കാം. ഈ പരിസരത്ത് എവിടെയോ ആനയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ മോഴയാനയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പല സംഘങ്ങളായി തിരിച്ച് ഈ പ്രദേശത്ത് തന്നെ 3-4 സംഘം ഈ പ്രദേശത്ത് മാത്രമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥർ ഈ വശത്തൊക്കെ ഈ പ്രദേശത്തൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഈ ദൗത്യം എത്രയും വേഗം പൂർത്തീകരിക്കണം. കാരണം വൈകുന്നേരത്തേക്ക് മാറിയാൽ തീർച്ചയായിട്ടും വെളിച്ചവും സമയമൊക്കെ തന്നെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അത്രയും വേഗം ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ 200ഓളം സംഘം ഈ വനത്തിനുള്ളിലുണ്ട്. അവർ വലിയ രീതിയിൽ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തുന്നു. രാവിലെ തന്നെ നമ്മൾ ഒരു 11 മണിയോടുകൂടി തന്നെ വെറ്റിനറി സർജൻ അടക്കം ഉള്ള സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചതാണ്. അവരിപ്പോഴും വനത്തിനുള്ളിൽ തന്നെയുണ്ട്. മറ്റ് സംഘം 200ഓളം പേരും ഈ വനത്തിനുള്ളിലുണ്ട്. പക്ഷേ ആനയെ മയക്കുവെടി വയ്ക്കുക എന്ന ദൗത്യത്തിലേക്ക് കടത്തിയിട്ടില്ല. അത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അത് എങ്ങനെ സാധ്യമാക്കും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും ആദ്യം ഈ ആനയെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. എന്നാൽ മാത്രമാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുക. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നായി മാറിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ വനത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പറയുന്ന നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവിടെ വിജനമായ കുറേ സ്ഥലങ്ങളുണ്ട്. ഇടവിട്ടാണ് മരങ്ങൾ. ഇങ്ങനെയൊരു പ്രദേശത്ത് വെച്ച് ആനയെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മയക്കുവെടി വയ്ക്കാം. പക്ഷേ ഇതിനപ്പുറത്തോട്ട് പോകുമ്പോൾ വലിയ കാടുകളാണ്. അതായത് കുറ്റിക്കാടുകൾ, ഈ പൊന്തക്കാടുകളാണ്. അപ്പോൾ അതിന് വലിയ ഉയരമുണ്ട്. ഒരു ആനയെ പൊക്കത്തേക്കാൾ ഉയരമുള്ള കാടുകളാണ്. അപ്പോൾ ഇതിനുള്ളിൽ നിൽക്കുന്ന ആനയെ പുറത്തു നിന്ന് കാണാൻ പോലും കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ഈ ആനയെ ഇന്നലെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും ഇന്നലത്തെ ഒരു വെല്ലുവിളിയായി അവർ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ആകാൻ പാടില്ല. അങ്ങനെ കൃത്യമായൊരു അനുയോജ്യമായ സ്ഥലം കിട്ടണം. ആ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നടക്കുന്നതിലും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തുണ്ട്. നമ്മളിപ്പോൾ ഈ ശബ്ദം കേട്ട സ്ഥലമാണിത്. ഈ പ്രദേശത്തേക്ക് കൂടുതൽ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കൂടുതലായി എത്തുന്നു. ഒരു പക്ഷേ അത് നമ്മൾ ഈ മോഴയാനയാണോ എന്ന സംശയം നമുക്കുണ്ട്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥർ ഏതായാലും നേരത്തെ ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന വനംവകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ആനയുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ദൗത്യം അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമം, അത് ഒരു തീവ്ര ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഏറെക്കുറെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇന്ന് തന്നെ. ഇന്നലെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. നമ്മൾ വലിയ പ്രതിഷേധം കണ്ടതാണ്. അങ്ങനെ കണ്ട പശ്ചാത്തലത്തിൽ എത്രയും വേഗം ആനയെ മയക്കുപിടി വെച്ച് പിടികൂടാനൊരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ പ്രദേശത്തുണ്ട്. അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആനയെ വെടി വെച്ച് പിടികൂടാൻ തക്ക സാധ്യമായ സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഉണ്ടോ എന്നതാണ് അവർ ഓരോരുത്തരും നിരീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ആക്ഷൻ നടപ്പിലാക്കാനുള്ള ഒരു നീക്കം അതുതന്നെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്ത് ആന ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആനയുടെ ശബ്ദം കേട്ടത് ഈ പ്രദേശത്ത് നിന്നാണ്. ഈ പ്രദേശത്തേക്ക് കൂടുതൽ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായുള്ള